ഒരു കേരള സ്റ്റൈല് ചാളക്കറി ആയാലോ, അതും മുളകിട്ട ചാളക്കറി. തനി കേരള സ്റ്റൈലിൽ മുളകിട്ട ചാളക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ചൂട് ചോറിനും പുഴുങ്ങിയ കപ്പയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. 40-45 വർഷം പഴക്കമുള്ള ഒരു റെസിപ്പിയാണ്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് റെസിപ്പിയും കൂടാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. ഒരു ചാളക്കറി വെക്കുകയാണ്. അത് നല്ല എരിവുള്ള പറ്റിച്ചൊരു ചാളക്കറി വെക്കുകയാണ്. അതിൽ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം ഈ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തേക്ക് ഒരു ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരട്ടെ, പൊട്ടി വരട്ടെ. അധികം കരിയരുത്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇടാം. അതിലേക്ക് തന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചതച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. മല്ലിപ്പൊടിക്ക് എപ്പോഴും പച്ചച്ചൊവ കൂടുതലാണ്, അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഇത് വെറും കാശ്മീരി ചില്ലിയാണ്, എരിവ് വളരെ കുറവുള്ളതാണ്. വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടയാണ്. ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മീനിടാം. അടച്ചു വയ്ക്കാം. തിളച്ചോ നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വരെ വെച്ചേക്കുന്ന ചാള നമുക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കിടക്കട്ടെ. നമുക്കിനി തീ കുറച്ച് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, കറി തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ചെറുതായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കറി തിളച്ചിട്ടുണ്ടെങ്കിൽ അടപ്പ് മാറ്റി വെച്ചിട്ട് തീ കുറച്ചിടണം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്തിടാം. അപ്പോൾ മുളകിട്ട ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോ എരിവ് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇതൊന്ന് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ എന്നേ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ മറക്കാതെ തന്നെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിച്ചേക്കണേ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോ. ഞങ്ങൾ ഇടുന്ന ഇതുപോലെ അടിപൊളി റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോ.
അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി, ബൈ, സീ യു നെക്സ്റ്റ് ടൈം.